എല്ലാ വർക്കിനെ പോലെയും ഈ വർക്ക് നമുക്കധികം ടൈമില്ലാത്തൊരു വർക്കായിരുന്നു. അതായത് സൺഡേ കൊടുക്കേണ്ട വർക്ക് നമുക്ക് ഫ്രൈഡേ ഉച്ചയ്ക്കാണ് ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. സോ നമ്മുടെ കസ്റ്റമർ വേറെ ആരുമല്ല കേട്ടോ. എൻ്റെ കോളേജ് ലൈഫിനേക്കാളും എനിക്ക് നല്ല ഓർമ്മകൾ കോളേജിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു. ഞങ്ങളുടെ ട്രെയിൻ യാത്രയിലായിരുന്നു. കുറേ ചേട്ടന്മാരും ചേച്ചിമാരും എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഭയങ്കര സ്നേഹമുള്ള ചേച്ചിമാരും ചേട്ടന്മാരൊക്കെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒരു ചേട്ടൻ, ജസ്റ്റിൻ ചേട്ടൻ എബ്രോഡാണ്. അപ്പോൾ എബ്രോഡുള്ള ചേട്ടൻ നാട്ടിലുള്ള ചേട്ടൻ്റെ വൈഫിന് സർപ്രൈസായിട്ട് വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് സംഭവം. അപ്പോൾ ഇതിങ്ങനെയാണ് എന്ന് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു, ചേട്ടാ നമുക്കിത് എങ്ങനെയെങ്കിലും സെറ്റാക്കാം. കാരണം സർപ്രൈസ് കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരുപോലെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എങ്ങനെയെങ്കിലും ഇരിങ്ങാലക്കുട എത്തിച്ചു കൊടുക്കണം. സത്യത്തിൽ അതായിരുന്നു എൻ്റെ വലിയ ടാസ്ക് ആയിരുന്നത്. പക്ഷേ ആ വലിയ ടാസ്ക് എനിക്ക് ഈസി ആക്കി തന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അവരെല്ലാം വളരെ സ്നേഹത്തോടു കൂടി ഇപ്പം ഞാൻ ഓർക്കുന്നു. പിന്നെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, ആദ്യമായിട്ടാണ് ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് അവർക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞപ്പം ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്ന് ചേട്ടൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ ഈ ഓർഡർ നമുക്ക് കൊടുക്കാം എന്നെനിക്ക് തോന്നാനായിട്ട് ആദ്യത്തെ ഒരു കാര്യം, ഇത് സർപ്രൈസ് ഗിഫ്റ്റാണ്. നമുക്ക് എപ്പോഴും അറിയാം, നമ്മളെല്ലാവരും ഭയങ്കര ബിസി ലൈഫിൽ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു ബിസി ആയിട്ടിരിക്കുന്ന സമയത്തും ചേട്ടൻ്റെ വൈഫിന് വേണ്ടിയിട്ട് ഓർത്ത് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ്, അത് നമ്മൾ ഒരിക്കലും കാണാണ്ടിരിക്കരുത്. എപ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ആ ഒരു ടൈമാണ് നമുക്ക് എപ്പോഴും ഭയങ്കര ഒരു ഓർമ്മ നമുക്ക് തരുന്നത്. നമ്മൾ ആ വാങ്ങിച്ചു കൊടുക്കുന്ന ആ ഗിഫ്റ്റിൻ്റെ MRP ആവില്ല വാങ്ങുന്ന ആൾക്കാർ നോക്കുക. അവർക്ക് വേണ്ടി മറ്റൊരാൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരിക്കും. അതൊരിക്കലും നമുക്ക് എത്ര വർണ്ണിച്ചാലും നമുക്കത് മതി വരാത്ത ഒരു ഹാപ്പിനെസ്സാണ്. അപ്പോൾ ആ ഹാപ്പിനെസ്സിൻ്റെ ഒരു ഭാഗമാവാനായിട്ട് ഞാൻ നിന്നപ്പോൾ അത് എനിക്കും കൂടുതൽ സന്തോഷമായി. അത് കാരണം തന്നെ ഇത് ഉണ്ടാക്കുന്ന സമയത്തും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ഹാമ്പർ മാത്രമായിരുന്നില്ല കേട്ടോ, ഒരു ക്യൂട്ട് ഫോട്ടോ ഫ്രെയിമും കൂടി ഉണ്ടായിരുന്നു. ചേട്ടനും ചേച്ചിയും കുഞ്ഞു വാവയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.